അപ്പൊ DC യൂണിവേഴ്സ് റീസ്റ്റാർട്ട് ആയതിനു ശേഷം ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ചിത്രമാണ് സൂപ്പർമാൻ. അപ്പോൾ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിന്റെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള ജെയിംസ് ഗൺ ആണ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു ഫൺ വാച്ച് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു മാൻ ഓഫ് സ്റ്റീൽ ഒക്കെ പോലെ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുന്ന ഞാൻ പറയുള്ളൂ. കാരണം അതൊരു വേറെ ടൈപ്പ് സൂപ്പർമാൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ പക്ക കോമിക് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള സൂപ്പർമാൻ ആണ്. കാരണം നമ്മള് കോമിക് ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു രക്ഷകൻ സൂപ്പർമാൻ, ലൈക്ക് ഒരു കുട്ടി കരഞ്ഞ അവിടെ എത്തുന്ന സൂപ്പർമാൻ, അല്ലെങ്കിൽ ഒരു എലിയെ പോലും രക്ഷിക്കുന്ന സൂപ്പർമാൻ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര നന്മ ഉള്ളതും ആരോടും ഒരു വില്ലനോട് പോലും കരുണുള്ള സൂപ്പർമാൻ ഉണ്ടാവില്ലേ, ആ സൂപ്പർമാനാണ് ഇതിലുള്ള സൂപ്പർമാൻ. അപ്പൊ ആ കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ തന്നെ അതിലൊരു നമ്മുടെ മാൻ ഓഫ് സ്റ്റീലൊക്കെ സൂപ്പർമാൻ ഒരു ഡാർക്ക് ഷെയ്ഡഡ് സ്യൂട്ട് ആണെങ്കിൽ ഇതിലൊരു കളർഫുൾ ആയിട്ട് പക്ക നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കറക്റ്റ് ഷേപ്പിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഇതിലുള്ളത്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരനും. അപ്പൊ ഇതില് സൂപ്പർമാനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഡേവിഡ് കോൺസെന്റ് ആണ്. പുള്ളിക്കാരന്റെ വേറെ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പുള്ളിക്കാരൻ ട്വിസ്റ്റേഴ്സിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ആ പടം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു ആളെ കണ്ടപ്പോ ഇപ്പൊ ഹെൻറി കാവിൽ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള വരുന്നത്, ലുക്സിലൊക്കെ അയാൾക്കൊരു ഓക്കെ സൂപ്പർമാൻ ആവാളെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. പക്ഷെ ചിത്രം കണ്ട സമയത്ത് ഹെൻറി കാവിൽ സൂപ്പർമാൻ വേറെ തന്നെയായിരുന്നു. കാരണം ഹെൻറി കാവിൽ സൂപ്പർമാൻ ഷൂട്ട് വേണ്ട സൂപ്പർമാൻ ആണെന്ന് പറയാന്നുള്ള പോലെയായിരുന്നു മാൻ ഓഫ് സ്റ്റീലായാലും ബാറ്റ്മാൻ സൂപ്പർമാനായാലും ജസ്റ്റിസ് ലീഗിലായാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നല്. കാരണം യൂണിഫോം ആ ഒരു എന്താ പറയുക കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ ഷൂട്ട് ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ സൂപ്പർമാൻ തന്നെ ആയിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ആ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. രണ്ട് അപ്രോച്ചിലാണ് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ഈവിൽനെസ് അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ് കൂടിയിട്ടുള്ള സൂപ്പർമാൻ ആണ് മാൻ ഓഫ് സ്റ്റീലൊക്കെ ഉണ്ടായിരുന്നത്. ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വളരെ വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് വളരെ കുറഞ്ഞിട്ടുള്ള സൂപ്പർമാൻ ആണ് ഇതിലുള്ള സൂപ്പർമാൻ. അപ്പോൾ ഇതിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഈ ഒരു സൂപ്പർമാന്റെ ഡോഗ്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഈ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു ഡോഗ്. അപ്പൊ ഒരു സൂപ്പർ പവറുള്ള ഡോഗ് കൂടിയാണത്. അപ്പോൾ ഇതാണ് ഇതിനെ ഒരു മെയിനായിട്ട് പറയാനുള്ളത്. മറ്റ് കാസ്റ്റ് ലിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിക്കോളാസ് ഹോൾട്ട് ഒക്കെ നമ്മളെ എക്സ്മെൽ ഉണ്ടായിട്ടുള്ള ബീസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആ മ്യൂട്ടന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള നിക്കോളാസ് ഹോൾട്ട്, ബ്രാഡ്ലി കൂപ്പർ ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട് ഇതിൽ. പെർഫോമൻസ് വൈസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൂവി നമ്മൾ പെർഫോമൻസിന് വലിയൊരു വാല്യൂ കൊടുക്കാറില്ല പൊതുവെ. അല്ലെങ്കിൽ അങ്ങനത്തെ അത്ര ഇമോഷണൽ ആയിട്ടുള്ള പടങ്ങളാണ് ഇപ്പൊ എൻ ഗെയിമിംഗ് ഫീൽഡ് വാറൊക്കെ പോലെ. കൂടുതൽ സ്റ്റൺസ് വിഷ്വൽസ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പൊ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫണ്ണായിരുന്നു, വാച്ചബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മൾ നിക്കോളാസ് ഹോൾട്ട് ആണ് ഇതില് ലൂത്തർ എന്നൊരു ക്യാരക്ടർ ആയിട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു മുട്ടയൊക്കെ അടിച്ചിട്ട് ഒരു വില്ലനാണ് ഇതില്. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ളതും മറ്റേ സൂപ്പർമാന്റെ ഫൈറ്റിംഗ് സ്കിൽസുകൾ വെച്ചാൽ ഫൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാന്നുള്ളത് വളരെ കാലം കൊണ്ട് പഠിച്ച് അപ്പൊ എന്തൊക്കെ മൂവ് അടുത്ത് എടുക്കുന്നു പ്രൊഡിക്ട് ചെയ്തെങ്ങാണ്ട് ആളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരനല്ല ഫൈറ്റ് ചെയ്യുക, പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ക്ലോണുകൾ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുക. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കലാണ് ഇതിന്റെ ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ. അത് കുറച്ച് രസം തന്നെയാണ്. ആദ്യമായിട്ടാണ് ആ ഒരു ക്യാരക്ടറൊക്കെ കാണുന്നത് DC-ലൊക്കെ. പിന്നെ ഇതിൽ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രീൻ ലാൻഡേണ്, ഹോഗേള്, അതുപോലെ മിസ്റ്റർ ടെറിഫിക്. അത് നമ്മളൊരു അയൺമാൻ ഒക്കെ പോലത്തെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് ഇതിൽ. അപ്പൊ ഇതിൽ ജസ്റ്റിസ് ഗ്യാങ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ടീം. ജസ്റ്റിസ് ലീഗ് എന്നൊന്നല്ല, വേറെ പേരിലാണ് വരുന്നത്. എനിക്ക് ഈ ഗ്രീൻലാൻഡിന്റെ കാസ്റ്റ് കുറച്ച് ഏജ്ഡ് ആയ പോലെ ഫീൽ ചെയ്തു. ഞാൻ അറിയില്ല, ഞാൻ കണ്ട് ഗ്രീൻലാൻഡ് കുറെ മുമ്പുള്ള മറ്റേ റയാൻ റെയ്നോൾഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഗ്രീൻലാൻഡാണ്. കുറച്ചുകൂടി യങ്ങായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാവുമെന്ന് തോന്നി. പക്ഷെ കുഴപ്പമില്ല, ബാക്കി രസം ആയിരുന്നു. പക്ഷെ അവരെ കുറച്ചും കൂടി ഒരു കോമഡി, ഈ ജെയിംസ് ഗൺ പൊതുവെ ഒരു കോമഡി പിടിക്കലുണ്ട് പൊതുവെ. അപ്പൊ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇതിൽ ഈ ഒരു വലിയൊരു ബീസ്റ്റ് പോലത്തെ സാധനത്തിനോട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് കോമഡി ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ സിനിമ ഒരു ഫണ്ണാണ്. അപ്പൊ നിങ്ങൾക്ക് ചില്ലടിച്ചു പോയി കണ്ടുവരാം. ഇത് ഐമാക്സ് റേഷ്യോയിൽ എടുത്തിട്ടുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ഞാൻ സാധാ തിയേറ്ററിൽ കണ്ടതുകൊണ്ട് ഒരു കട്ട് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഐമാക്സ് പോയി കണ്ടു നോക്കാം. വിഷ്വലി നല്ലതാണ്, 3D എഫക്ട്സ് ഒക്കെ നല്ലതായിരുന്നു. അപ്പൊ ഇതാണ് ഈ പടത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത് ഈ ഒരു ഫേസിന്റെ തുടക്കത്തിൽ ചിത്രമാണ്. ഈ സൂപ്പർ ഗേൾ ഉണ്ട്, ക്ലേ ഫേസ്, അതോറിറ്റി, ദ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിത്രം വരാനുണ്ട്. അപ്പോ ഇതൊരു നല്ല തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വേറെ കുറെ ക്യാമിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പടം കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.